അപ്പം നമ്മളെ അതാണ് ആ സ്കൂള് അന്ന് ആ ദുരന്തത്തിൽ പോയ സ്കൂളാണ് കേട്ടോ. ഈ സ്കൂളിൻ്റെ ആണ്ടോ അതിലെങ്ങനെ വന്നിക്കണത്. അപ്പോൾ അതിൻ്റെ ടോപ്പൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഏറ്റവും മുകളിലേക്ക് ആ സ്കൂളാണ് അന്ന് നഷ്ടപ്പെട്ടത്. ഒരു സാറിൻ്റെ വീഡിയോ കണ്ടില്ലേനോ, അതൊക്കെ ഈ സ്കൂളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ആ സംഭവം നടന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിനി. ഇവിടെ തന്നെ ഇനി ഫുള്ള്. അപ്പം നമുക്ക് ഇവിടെ അല്ല നമ്മൾ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരോ കൂടെ ഇങ്ങോട്ട് പല ആവശ്യത്തിനും നമ്മൾ അന്നൊക്കെ വന്നിനി. അപ്പോൾ ഞാനന്നൊരുവട്ടം കയറിയാണ്. ഇനിയിപ്പോൾ അനക്കൊന്ന് കാണിച്ചു തരാനാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറുന്നത്. ഇവിടേക്ക് എല്ലാവർക്കും എൻട്രി ഇല്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ കൂടെ സേഫുകാർക്ക് അല്ലോണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറുന്നത്, മനസ്സിലായോ. അല്ലാതെ ഇങ്ങോട്ട് ആരും കയറ്റി വിടില്ല. ഇവിടെ ഉള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതും അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ആർക്കും എൻട്രി ഇല്ല, ഫുള്ള് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരു വട്ടം കാണുന്നത് ഇവിടെ ഒരു വേദന അങ്ങനെ വരും, ഏതൊരാൾക്കും വരും. എത്ര ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇനി അവിടെ പോകുമ്പോൾ അങ്ങനെ കണ്ട ചെയ്യാം. എൻ്റെ മനസ്സിലേക്ക് തന്നെ വരുന്ന ചിന്തകൾ എന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് പോകണ്ടേ. അപ്പം കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരും, കണ്ടോ. ഇതിലെങ്ങനെയാണ് പൊട്ടി പോകുന്നത്, കണ്ടില്ലേ. മുന്നിൽ കണ്ടോ ഇല്ലേ, കണ്ടോ. ഒരു ചെറിയ ഭാഗം. ഇതാണ് ആ പള്ളി. ഒരു പള്ളി പോയൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ആ പള്ളിയാണ് ഇത്, കണ്ടോ. ഈ ഒരു ഏരിയ നോക്കിയാൽ ഒരു കൊക്ക പോലെ അങ്ങോട്ട് അയക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇനി ഒന്ന് നോക്കുകൊണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവും. നമ്മളിനി എത്തണ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതൊന്ന് കണ്ടുപോയിക്കോണ്ടി, അപ്പം അറിയാം. കണ്ടോ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇത്രയും കണ്ടോ. ഈ പാറക്കല്ലൊക്കെ നിൽക്കണ നോക്കിയാ, എവിടെ നിൽക്കണ നോക്ക്. ഈ പാറ ഇതൊക്കെ പോകുന്നതാണ്. ഈ പാറൊക്കെ അതിൽ പോകുന്നതാണ്, മനസ്സിലായോ. ഈ പള്ളിയിലാണ് ആ മൂലേര്. ഒരിക്കൽ പുര ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആ മൂലേര് അനിയനോ. അതായത് എനിക്കറിയാം, ഞാൻ കണ്ടിക്കണേ. അതായത് ഒരു വെള്ളച്ചാട്ടം, ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ ചാടീന്. നിങ്ങളൊക്കെ കളിച്ചു വളർന്ന സ്ഥലം തന്നെ അല്ലേ. ഈ കുഴിയിലോ ഈ റൗണ്ട് ഉണ്ടോ, അത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു അലോക്കിന്റെ ഹൈറ്റ്, അത് കുഴി ആയം കണ്ടിട്ടില്ല, അടി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ മുകളിൽ സേഫ് ആക്കേണ്ടത് ഈ ഏരിയയിലോ. ആ കോൺക്രീറ്റ് ആ മതിലിന്റെ അല്ലേ. അല്ല, ഞാൻ അതിന്റെ അത് കണ്ടിക്കണേ. ഞാൻ ഇങ്ങോട്ട് ആ പണ്ട് വന്നും ചെയ്തിക്കണേ. ഞങ്ങൾ ഈ 900 കണ്ടിയിലൊക്കെ വരുമ്പോ ഇങ്ങോട്ടൊക്കെ വന്നിക്കണേ. പക്ഷെ ഇപ്പൊ കണ്ടിട്ടും ഇത് ഫുള്ള് കടകളായിരുന്നു ഇവിടെ. റൂമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോർമെട്രി പോലെയൊക്കെ സാധനമാണിത്. നിങ്ങള് എത്ര താഴ്ച ഉണ്ടായിരുന്നല്ലോ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളിത് നിന്ന് നോക്കി, ഇവിടെ നിന്ന് ഇത് റോഡാണല്ലോ, ഇവിടെ നോക്കിയാലൊന്നും ഇത് കാണുന്നല്ല. ഇവിടെ മരങ്ങളായിട്ടും വീടുകളായിട്ടും നിറഞ്ഞു നിന്ന സാധനമാണ്. ഇപ്പൊ ഇതൊക്കെ ഒരുപാട് ഇങ്ങോട്ടേക്ക് അടുത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് മീറ്ററുകളോളം ഇങ്ങോട്ടേക്ക് ഭൂമി വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഷബീർക്ക് ആദ്യം താമസിക്കുന്ന എവിടെയാണ്? അത് കഴിഞ്ഞിട്ട് വീട് ഇതിന്റെ മുകളിൽ അവിടെ കണ്ടോ, വീട് ബാക്കിയായ വീട് കണ്ടോ, അതിന്റെ ബാക്ക് സൈഡ് വീട്. നമ്മൾ പോകുമ്പോ അങ്ങോട്ട് കാണാം. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന പാടി നേരത്തെ കഥ അറിയുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് നമ്മൾ പോകുമ്പോ കാണാം. അവിടെ വെയിലായത് കൊണ്ട് നിർത്താവുന്നതാ. ഇവിടെ ആനകൾ വന്നോണ്ടിരിക്കും കേട്ടോ എപ്പോഴൊക്കെ. ആനയും മൃഗങ്ങളുണ്ടോ? ആനയും മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന്. ഇതിലൂടെയാണ് വഴി, സ്റ്റെപ്പ്. ആര് വീട്ടിലേക്ക് ഇറങ്ങി പോകേണ്ട സ്റ്റെപ്പ് ഇതായിരുന്നു. ഒരാഴ്ചൻ്റെ സംഭവം.
സമ്പാദ്യമാണ് ഇതൊക്കെ. ഗൾഫിൽ കഷ്ടപ്പെട്ടു എൻ്റെ ഏട്ടന്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മൂപ്പര് ഗൾഫിലാണ്. ഇത് ഏട്ടൻ്റെ വീടാ? ആ ഇവിടെ മൂപ്പര് ആ ഗൾഫിൽ ഉണ്ടാക്കിയ സമ്പാദ്യമാണ്. ഇവിടെ വലിയൊരു സംഖ്യ ആയിട്ടുണ്ട് മൂപ്പർക്ക്. അന്നും പറയുന്നത് ഇങ്ങനെ എടുക്കേണ്ട, വേറെ സ്ഥലത്ത് എടുത്താൽ മതി. ഒരു വീട് കെട്ടേണ്ട പണിയാണ്. താഴെ ആണോ? ഭയങ്കര ഫൗണ്ടേഷനിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് അവിടെ ബാക്കിയായത്. അത്ര സംഭവം വന്നിട്ട് ഇതൊക്കെ ബാക്കിയായതുണ്ടല്ലേ. വീടിൻ്റെ ഫൗണ്ടേഷൻ ഒന്നും പോയിട്ടില്ല. ഞങ്ങളെ തറവാട് പോലെയാണ് മൊത്തം കൂടുതലും. എല്ലാവരും ഇവിടെ ആവൂലേ? ഞാൻ എൻ്റെ പകുതി ആയുസ് ഇവിടെ തീർന്നത്. പെയ്യണതിൻ്റെ അന്ന് ഉരുള് പൊട്ടുന്ന അന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് കാക്കു വാ നമുക്ക് പോവാൻ, നല്ല മഴയാണ് ഇവിടെ പറ്റൂലാന്ന്. അന്ന് എന്നോട് പറഞ്ഞു ഈ കായ് കോൺക്രീറ്റുമ്പോൾ തൊട്ടിട്ട് പറഞ്ഞേ ഇത് മതിയടാ നമ്മൾ രക്ഷിക്കാനാണ് പറഞ്ഞ മാതിരി. ഇതിനൊരു കേടും പറ്റില്ല. ബാക്കി കംപ്ലീറ്റ് പോയി ചെയ്തു. എത്ര വിളിച്ചെന്നറിയാം നമുക്ക് പോക ഇവിടുന്ന്. താത്താനൊക്കെ വിളിച്ചു പക്ഷെ കേട്ടില്ല. കുറേ ഞാൻ പറഞ്ഞു വാ കയറി, ജീപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് കയറി പറഞ്ഞു. കയറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് നോക്കാൻ പറ്റും, നാളെ പോകാറ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ നിൽക്കുക നമുക്ക് നാളെ പോകാൻ. ഞാൻ എന്നിട്ട് വന്ന് എൻ്റെ ഡ്രസ്സ് മാറ്റി കുളിച്ച് നനഞ്ഞിട്ട് ഫുള്ള് മഴയത്ത് നനഞ്ഞിരുന്നു. അവിടെ പോയി കാക്കുൻ്റെ തുണി എടുത്ത് ഡ്രസ്സ് മാറി താത്ത ഭക്ഷണം തന്ന് കഴിച്ചിട്ട് ഞാൻ ചെക്കന്മാരെ കാണാനായിട്ട് ഇവിടെ ഇറങ്ങി പോയതാണ്. പിന്നെ തിരിച്ച് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ കിട്ടാത്ത അവസ്ഥയിലേക്ക്. പിറ്റേന്ന് 11 മണി വരെ ഫോൺ റിങ് ചെയ്തിരിക്കുന്നു. കാക്കുൻ്റെ ബെല്ലടിച്ചിക്കണേ. 11 മണി വരെ ഫോൺ റിങ് ചെയ്തിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. 11 മണിക്കാണ് ഓഫായത്. എൻ്റെ കുട്ടികളാണിത്, ഇതൊക്കെ എൻ്റെ കുട്ടികളാണ്. ഇവന് ഇത് നമ്മൾ ടി വിയിലും വാർത്തയിലൊന്നും കാണാൻ പറ്റില്ല. അതിനൊക്കെ മേലെ നമ്മൾ നേരിട്ട് കാണും. എന്തല്ലേ നമുക്ക് ഇതിങ്ങനെ കണ്ടിട്ട് തന്നെ നമ്മളടങ്ങേറി ഇത്രയുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചു. സൈഫ് കാക്കാൻ്റെ ഏട്ടൻ്റെ വീട് തന്നെ അത്. ഏട്ടനും ഭാര്യയൊക്കെ പോയി അടിയില്. സൈഫ് കാക്ക നിന്നില്ലേ അതിന്റെ നേരെ താഴത്ത്. സൈഫ് കാക്കാൻ്റെ കുറച്ച് അപ്പുറത്തേന് അത് ഫുള്ള് പോയി. എത്ര ആൾക്കാർ മരിച്ചു മൊത്തം? കറക്റ്റ് എണ്ണം ഇപ്പം എത്ര എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. കറക്റ്റ് എണ്ണം 500ൻ്റെ ഒക്കെ മേലെ പോയിക്കണ്. അതിൽ ബോഡി കിട്ടിയോ കിട്ടാത്തൊക്കെ ഇനിയില്ലേ. ഇപ്പം ഇവിടെയും ആർക്കും എൻട്രി ഉണ്ടാവില്ല അല്ലേ? ഇവിടെ താമസിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കണത്. ഈ ജിയോളജി വകുപ്പും ഒക്കെ പാടെ അതിലൊക്കെ ഉണ്ടായിനി. ഇതാലോചിച്ച് നോക്കിയാ അതിൽ വന്ന വെള്ളം ഈ ഒരു ഹൈറ്റിക്കും ഇങ്ങോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അന്ന് വന്ന വെള്ളം എന്തേക്കാരം അത് കണ്ണിൻ്റെ മുന്നിൽ കണ്ട ഓല അവസ്ഥ എന്തേക്കാരം. അതും പകലാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു സാധനം വരുമ്പോൾ ഓടിയെങ്കിലും നോക്കാം, രക്ഷപ്പെടണം പെടാത്ത വേറെ. പക്ഷേ ഈ നൊട്ടപ്പാതിരിക്ക് ഉറക്കത്തിൽ ഉറങ്ങിയവരുണ്ട് ഉറങ്ങാത്തവരും ഉണ്ട്. നട്ടപ്പാതിരി അത് പെരുമഴ. ആ മഴ പെയ്താൽ തന്നെ ആകപ്പാട് ഒരു ഇത് പൊട്ടുന്ന സൗണ്ടും കൂടി കേൾക്കില്ല. അതായത് മഴ പെയ്യുന്ന സൗണ്ട് ഓൾറെഡി ഉണ്ട്. ഇത് കണ്ണിൻ്റെ മുന്നിലെത്തുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ട ഓരോ അവസ്ഥ ചോദിക്കാം. അതിങ്ങോട്ട് വന്നിരിക്കണത് കണ്ടോ? ഈ വീടൊന്നും കുഴപ്പമില്ല കണ്ടോ? ആ വീട് കണ്ടോ? ഇല്ലല്ല ആ വീട് കണ്ടോ? ആ വീട് 2 വീടുണ്ടോ? ആ വീടൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടാണ് എനിക്ക് വന്ന ഒരു ഭീകരത മനസ്സിലാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതൊന്ന് സങ്കല്പിച്ചു നോക്കാം. നോക്കി ഒരു ഓട്ടോറിക്ഷയാണ് ഒരു ഇരുമ്പിൻ്റെ ഇതുപോലെ കിടക്കുന്നുണ്ടോ? ഒരു ഓട്ടോ ആണ് കിടക്കുന്നത്. വണ്ടിൻ്റെ അവിടെ തന്നെ നിൽക്കണേ ഒന്നും സംഭവിക്കില്ല. ആ ഏല ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ തരാം പോലെ അവിടെ തന്നെ നിൽക്കണേ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്ന് ആ പേടിയോണ്ട് ഇങ്ങോട്ട് കടന്നാണ്. പക്ഷെ ഇവിടെ കടക്കുമ്പോഴത്തേന് ഇത് അടിച്ചു പോയി. അത് അതിന്റെ അകത്ത് മൊത്തം ചളിയാ. ഇതിന്റെ ഇത് ഈ വീട്ടിലുള്ളവരൊക്കെ കുറെ അങ്ങോട്ട് മരിക്കാൻ മെയിൻ കാരണം ഇതൊക്കെ റോട്ടിൽ കൂടെ വന്നു. ഇത് കഴിഞ്ഞ് ബാക്കി ഫുള്ള് റോട്ടിൽ കൂടെ വന്നിക്കണേ. ഇതേപോലെ ഇവിടുന്ന് റോട്ടിലൂടെ പോയത്. ഈ ആളുകൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുന്ന സമയം കൊണ്ട് ഓടുന്ന സമയത്ത് ബാക്കിൽ വന്ന് അടിച്ചു പോയതാണ്. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. എന്ത് ഷബീർ ഖാൻ ഉത്തമാൻ്റെ വീടോ? എല്ലാരും ഫുള്ള് ചെളിയല്ലേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ.
ഈ റോഡ് ഇപ്പം എങ്ങോട്ടാ ഉണ്ടായിരിക്കണേ ഷബീർക്ക? ഇതവിടെ എസ്റ്റേറ്റ് മോഹൻലാലിന്റെ എസ്റ്റേറ്റ് ആ ആ ഈ ഇതിലാണ് മോഹൻലാലിൻ്റെ എസ്റ്റേറ്റ്. പാറക്കൂട്ടല്ലേ അവിടൊക്കെ തേയിലത്തോട്ടായിരുന്നു. ഇവിടൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കാണാൻ പോകുമ്പോ മോഹൻലാലിന്റെ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോകും. ഞങ്ങൾ അവിടെ കാണാൻ പോയി സിനിമന്റെ ഷൂട്ടിങ്. ഹായ്, എവിടെ നിങ്ങളൊക്കെ വരുന്നേ? എന്തൊക്കെ വർത്താനോ? സുഖല്ലേ? എത്രയിലാണ് നിങ്ങളൊക്കെ പഠിക്കണേ? 6 ഇവിടോ? ഡിഗ്രിക്ക്. ആ സുഖല്ലേ എല്ലാവർക്കും? ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അറിയണ? ആ ശരി. ആ താത്ത അല്ലേ? ആ താത്ത. ഓരോ കൂടെ വന്ന് നിൽക്കൂല. സുഖല്ലേ എല്ലാവർക്കും? ഞങ്ങള് ഇവരൊക്കെ നമ്മളറിയണല്ലോ, അവരൊക്കെ ഇവിടെ ഇല്ലോലാണ്. എങ്ങനെ? ഈ വീട് അല്ലേ? ഇത് ഒന്നും ഇതായില്ലല്ലേ ഇവർക്ക്? ആയിക്കോട്ടെ കേട്ടോ, കാണാം. ആയിക്കോട്ടെ. ഇവിടെയുള്ള ഒരാളെ ഇവിടുത്തെ ഒരാളെ ഇവിടുത്തെ ജിജീഷാണ് എന്നറിയാം. ഒരേട്ടനെ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ അമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്കാ. അവിടെ നിന്നാണ് മൂപ്പര് രക്ഷപ്പെടുത്തിയത്. ഇവർ ഓടുന്ന സമയത്ത് ഒച്ച കേട്ടിട്ട് ആദ്യത്തെ പൊട്ടൽ കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് കയറിയിട്ട് അവിടെ. അപ്പോൾ ഒരു ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. ഹോ എന്നുള്ള നമ്മളൊരു വലിക്കുന്ന ശബ്ദമല്ലേ, അത് കേട്ട് നോക്കുന്ന സമയത്ത് വരാം. എന്നിട്ട് അവർ വലിച്ച് കരക്ക് കയറ്റിട്ടിട്ട് ഒരു ഓടി. ഒരു കരക്ക് കയറ്റി വെച്ചിട്ട് ഓടി. കാരണം നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ വന്നിട്ട് പുള്ളി രക്ഷപ്പെട്ടു. പുള്ളിലേക്ക് കയറുക. നമ്മള് ഒരു വന്നു നോക്കുന്ന സമയത്ത് അടുക്കളയിൽ അവിടെ റിസോർട്ട് ഉണ്ടായിരുന്നില്ലേ, അവരുടെ റിസോർട്ടിൽ എന്താ പറയുക ലോ സാധനങ്ങൾ അവിടെ വെച്ച് പോയിരുന്നേ. ഇവരോട് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു നിങ്ങളൊന്നും സാധനം എടുക്കണ്ട, അവിടെ വെച്ചോളി, കയ്യിലൊന്നും കരുതണ്ട പറഞ്ഞിട്ട് ഇവരെന്ത് ഒന്നും എടുക്കാണ്ട് പോയി. ഫുൾ സാധനം അവിടെ വെച്ച് പോയി. പിറ്റത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കീറി പറിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഫ്രീസറിൽ തന്നെ ഇറച്ചി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചിട്ട് തിന്ന് ഫ്രൈ ചിക്കൻ പൊരിച്ച് തിന്നിട്ട് ബ്രെഡൊക്കെ കൂട്ടി അടിച്ചിട്ട് ഓരി വയ്ക്കുന്നത് ആരാണെന്നൊക്കെ ആൾക്കാരില്ലേ. ഇതിന്റെ അടിയിൽ കൂടെ അങ്ങനെയൊക്കെ കാട്ടിയ പോവാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ച വയറ്, ബൾബോർഡർ, ഇതൊക്കെയാണ് ആൾക്കാർ എടുത്തോണ്ടാണ്. എന്തൊരു അവസ്ഥ ചെറിയ ചെറിയ പറയാൻ പറ്റും. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് റിസോർട്ട് പോയതാ. വീടൊന്നും ആയിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരും. ചിരിക്കട്ടോ, ക്യാമറ ഓണാക്ക്. ഇങ്ങോട്ടേക്ക് വെളിച്ചം എവിടുന്ന? അവിടുന്നല്ലേ? എന്നാ ഇങ്ങോട്ടേക്ക്, അപ്പോഴേ ക്ലിയർ ഉണ്ടാവും. കേട്ടോ, രണ്ടാളില്ലേ? ചിരിച്ചോളിട്ടോ. ഉഷാറായിട്ട് പഠിക്കട്ടോ. എത്ര ക്ലാസ്സിലോ? 6ാം ക്ലാസ്സിലോ? ആയിക്കോട്ടോ. അതിലേ ഷബീർക്കല്ലേ, ഷബീർക്ക അതായത് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഹെൽപ്പ് ചെയ്യണമെന്ന് താല്പര്യം പറഞ്ഞു വരുന്ന ആളുകൾ മുഴുവൻ ഞാൻ ഷബീർക്ക ത്രൂ എന്ത് ചെയ്യില്ല, ഷബീർക്കാനെ വിളിക്കും. ഷബീർക്ക ഏറ്റവും അർഹതപ്പെട്ട ടീമിനെ വിളിക്കുന്ന ടീമിന് ഡയറക്റ്റ് നമ്പർ കൊടുക്കും. പിന്നെ ഓലനെ ഡയറക്റ്റ് പോയിങ്ങാണ്ട് ഓൽക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്തു പോരാ, അത്രേ ഉള്ളൂ. പക്ഷേ മൂപ്പര് അതായത് നമ്മൾ കൊടുക്കാൻ വിചാരിക്കണം മൂപ്പര് വാങ്ങി മൂപ്പര് കൊടുക്കൊന്നുമല്ല. മൂപ്പര് ജസ്റ്റ് നമ്പർ ചെയ്ത് കണക്ട് ചെയ്ത് തരുമോ മാത്രമേ ഉള്ളൂ. ബാക്കി ആ ടീമിനെ നമുക്ക് നേരിട്ട് പോയി കണ്ട് എന്ത് ചെയ്യുക, കൊടുത്തു പോരാ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ എൻ്റെ അടുത്ത് വന്ന ആളുകളൊക്കെ ഞാൻ മൂപ്പരെ കണക്ട് ചെയ്ത് കൊടുക്കല്. അത്രയ്ക്ക് അത് നമുക്കൊരു വിശ്വാസമാണ്. അത് അർഹതപ്പെട്ട കയ്യിൽ എത്തുന്നില്ല വിശ്വാസം. നോക്കി വീടൊക്കെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് എന്താ പറയുക എനിക്ക് ഒരു വീട് അല്ലേ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വീടാക്കിയെടുക്കുന്നതിലാണ് ഓലെ ഏറ്റവും വലിയ സ്വപ്നവും ഇതൊക്കെ. അപ്പോൾ അതിങ്ങനെ കിടക്കണമാണ് നമുക്ക് തന്നെ എത്ര സങ്കടം ഉണ്ടെങ്കിൽ ഓലെ സങ്കടം ആലോചിക്കുക. ഇപ്പോൾ സേഫൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ആയതുകൊണ്ട് വന്നു. അപ്പം അത് ഇപ്പോൾ തൊട്ടടുത്തിറക്കണ അവനെ നാടൊന്നും കാണാൻ പൂതിയില്ലായിട്ടല്ലല്ലോ, പക്ഷെ ഇത് കണ്ട് സഹിച്ചിരിക്കണ്ടേ, അതിനായിട്ടാണ്. എന്തായാലും പടച്ചോ ഓലൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പോയ സ്ഥലമൊക്കെ മോഹൻലാലിൻ്റെ എസ്റ്റേറ്റിൽപ്പെട്ട സ്ഥലങ്ങളാണ്. വനറാണി എസ്റ്റേറ്റ് എന്ന് പറയും. വനറാണി അത് എത്ര ഏക്കറുണ്ട്? 100 ഏക്കർ സ്ഥലം.
ഇവിടെയാണ് ഷൂട്ടിങ്ങിന് ഉണ്ടാവുക അവര്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഞങ്ങൾ നോക്കിക്കുമ്പോഴേ ഞങ്ങളെ പേടിപ്പിച്ചിട്ട് ഓട്ടിക്കാം. ലാസ്റ്റ് ഞങ്ങളെ ഓട്ടിച്ചോരെ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഓട്ടിക്കേ പോയുടെ കയറിട്ട് കൊറേ മുമ്പ് ഷൂട്ടിംഗ് ഒക്കെ പിന്നെ കാവ്യ മാധവൻ, ദിലീപ്. അത് ഏത് പാടായിനപ്പോ? പടത്തിനല്ല, ഒരു ഷൂട്ടിങ്ങിന് എൻജോയ് ചെയ്യാൻ. ഷൂട്ടിങ് കഴിഞ്ഞിട്ടേ പിന്നെ ഇത് ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്കറിയാത്ത പാട്ടിന്റെ ഒരു സെക്കൻഡ് സീനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവിടെ ഇങ്ങനെ എടുക്കും. വിജയരാഘവനൊക്കെ മുരളി അവിടെ അങ്ങനെ പോയപ്പോ അവിടെ നിന്ന് ഒരു തീപ്പെട്ടി കിട്ടി. ഇങ്ങനെ ഉണങ്ങിക്കല്ലേ, അപ്പൊ ഒരുത്തൊക്കെ കത്തിച്ചായി കണ്ടിട്ട് കത്തി. പക്ഷെ അതിന്റെ താഴെ ഒരു കുഴി ഉണ്ടായിരുന്നു വെള്ളം. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വെള്ളത്തിലേക്ക് ചാടുക. ചാടിയിട്ട് ഇങ്ങനെ ചൂടിന് കയറി ഇരിക്കുമ്പോഴാണ് ഈ തീപ്പെട്ടി അവിടെ കത്തിച്ചിട്ട് ഇത് കത്തിയാണ്ട് കളയപ്പോ ഞങ്ങള് വെള്ളത്തിൽ ചാടി. പിന്നെ മോലാലിന്റെ തോട്ടത്തെ മേശിരി അതിലേ ഇറങ്ങി വന്നിട്ട് ആ ഡ്രസ്സ് കംപ്ലീറ്റ് ഊരി ചാക്കിൽ കെട്ടിയിട്ട് മൂപ്പര് പോയി. ഞങ്ങൾ കത്തിച്ചാന്ന് നമുക്ക് മനസ്സിലായി. ഏലം കുറച്ച് കത്തി അവിടെ ഇങ്ങനെ മലയും കത്തി. ഞങ്ങള് ഇറങ്ങി ഈ പുഴയെ കൂടെ തന്നെ പോയി താഴേക്ക്. തോർത്തുമുണ്ട് മാത്രം എടുത്തിട്ടില്ലേ പോയി. ചെറുപ്പത്തിൽ നിങ്ങള് കളിച്ചു വളർന്ന സ്ഥലങ്ങളതൊക്കെ അല്ലേ? ഞങ്ങളെ കളിസ്ഥല. ഇതൊക്കെ എത്ര ചക്ക പോയി തിന്നാന്നറിയാം. ഈ കാട്ടത്ത് ചക്ക എന്നിട്ട് തിന്നാ നല്ല രസാത്. കംപ്ലൈന്റ് ഇല്ലല്ലോ, വയറ് നിറയെ തിന്നും. വിശക്കണേന് അത് തിന്നും. വൈകുന്നേരം വീട്ടിൽ പോകുള്ളൂ. വീട്ടിൽ പോകും. സ്കൂളും മദ്രസും ഇല്ലേ, ഞങ്ങൾ പുരയിലുണ്ടാവില്ല, കാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ എല്ലാ ചക്കന്മാരും മൊത്തം അങ്ങോട്ട് പോവുക. ഇവിടെ ഇറങ്ങിയിട്ട് രസമായിട്ട് ചിലപ്പോൾ ചെമ്പ് എടുത്തിട്ട് അരി സാധനമൊക്കെ മേടിച്ചു വന്നിട്ട് ഫുഡ് ഉണ്ടാക്കും. എല്ലാവരും പൈസ ആണ്. ഒരു വീട്ടിലിപ്പോൾ ഒരു ഇറച്ചി വെച്ചാൽ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വന്നാൽ ഓരോരുത്തർ കയറും. ചിലപ്പോൾ ആ പേരക്കാർക്ക് അത് തിന്നാൻ കിട്ടൂല. അത് പോണോല് തിന്ന് പോവും, ഒന്നും പറയൂല. എന്താ ചെയ്യുക, ഇവിടൊക്കെ അതേ അവസ്ഥ. ഇങ്ങനെ 5 സെന്റ് അടുത്തടുത്ത് വീട്ടുകളും ആ ഒരു സ്നേഹം അല്ലേ? ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി അയലൊക്കെ കൊടുക്കും. പിന്നെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഓലക്കാൽ ഉഷാറ് പുറത്തുള്ള ചെയ്യാം, ആൾക്കാരെ ക്ഷണിക്കാനും ചെയ്യാനും. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ വേറെ വലിയ ലോകത്തെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക്. നമ്മളെ ഈ ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുക. അന്നത്തെ കൂലി, ഇവിടുത്തെ കൂലി എന്ന് പറഞ്ഞാൽ തോട്ടപ്പണിക്കാർക്ക് 250 റുപ്യ, ഈ ഏലത്ത് പണിക്കുന്നവർക്ക് 300 റുപ്യ, പുറത്ത് തോട്ടത്തെ പണിക്കുന്നവർക്ക് 500 റുപ്യ, അങ്ങനത്തെ കൂലിയാണ്. ആ പണിക്ക് നേരം വെളുക്കുമ്പോൾ നീച്ച് പോവുക. വരുമ്പോഴത്തെ ആരെങ്കിലും ഒരു മത്തി വണ്ടി വന്നാൽ കുറച്ച് മത്തി വാങ്ങും, റേഷൻ പീടികത്തെ അരിയും മതി. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഹാപ്പിയാണ്. വേറെ ചിന്താഗതികളൊന്നും ഇല്ലായിരുന്നു. വലിയ സ്ഥലം വേണം, പര വേണം, അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും ആർക്കും ഇല്ല. ഒക്കെ അന്നത്തെ ജീവിതം അങ്ങനെ. പക്ഷെ എന്നാലും സന്തോഷമുള്ള ജീവിതം. അത് പോയി. എല്ലാം ശരിയാവട്ടെ അല്ലേ? അല്ല ഞാനും തന്നെ അന്ന് വന്ന് പോയിട്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഞാനിവിടെ 2-3 പ്രാവശ്യം ഒരു വട്ടത്തേമാര് പിന്നെ കാക്കാന്റെ ബോഡി കിട്ടിയിട്ടില്ല എന്നാണിപ്പോൾ JCB എടുത്തിട്ട് ഞങ്ങൾ വന്നു അവിടെ തിരയാൻ. അതിന്റെ താഴെ ഭാഗമൊക്കെ JCB വെച്ച് മാന്തി കുറേ തിരഞ്ഞൊക്കെ ഒന്നും കിട്ടിയില്ല. ഇപ്പോഴും കിട്ടിയിട്ടില്ല. താത്താന്റെയും കുട്ടീന്റെയും കിട്ടി, കാക്കാന്റെ കിട്ടിയിട്ടില്ല. ഓരോന്നും കിട്ടിയില്ല. ഒരു കുട്ടീന്റെയും ഒരു താത്താന്റെയും കിട്ടി. താത്താനെ 3ാമത്തെ ദിവസം തന്നെ കിട്ടിയിരിക്കും, പക്ഷെ നമുക്കറിയില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ മേപ്പാടി ജുമാ മസ്ജിദിൽ തന്നെ കബറടക്കിയിരുന്നു. DNA ടെസ്റ്റിലാണ് കിട്ടിയത്. ഇതേമാതിരി എനിക്ക് ഇവിടുന്ന് സുഹൈലൊക്കെ ഇടപെട്ടിട്ട് കുറച്ച് കുട്ടികൾ നമുക്ക് അവിടെ നിലമ്പൂർ മോർച്ചറിയിൽ വെക്കണ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് എനിക്ക് കുറച്ച് കുട്ടികളെ ഫോട്ടോ അയച്ചു തന്നീന്. അപ്പം ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മോർച്ചറിയിൽ കയറി. അതായത് അന്ന് തന്നെ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഞാൻ സാധാ പോലെ കയറി ചെന്നാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. അതായത് നമ്മളീ മാറ്റി ഒരുങ്ങി നടക്കണമൊന്നും അവിടെ ഇതില്ല. കാരണം മനുഷ്യൻ മരിച്ച് അത് കുറച്ച് ദിവസം കഴിഞ്ഞാല് അത്രത്തോളം സ്മെല്ല് വേറൊരു സാധനത്തിനും ഇല്ല എന്നല്ല നമുക്ക് മനസ്സിലാവും. അതായത് എനിക്ക് അതായത് പെട്ടെന്ന് കിട്ടി. പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നിന്നാണ്ട് നമ്മൾ ആ ബോഡി അന്ന് അവിടുത്തെ SI ഉണ്ടായിന്. അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോട്ടോ ഉണ്ട് കയ്യിൽ. പിന്നെ ആ കുട്ടികളെ കാതിലൊക്കെ എല്ലാ കമ്മലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ നമുക്ക് ഏകദേശം അതേമാതിരി ആ കമ്മലിൻ്റെ അതേപോലെ തോന്നി. അപ്പോൾ മൂപ്പര് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് ആ ഫോട്ടോ എപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ആ കുട്ടീൻ്റെ ആ ചെവിൻ്റെ ഫോട്ടോ അത് അയച്ചു കൊടുത്ത പോലെ നമുക്ക് അയച്ചൊരു വോയിസ് ഉണ്ട്. അത് കരഞ്ഞാണ്ടൊരു വോയിസ് അയച്ചു എനിക്ക്, നിങ്ങൾ അയക്കല്ലി എന്ന് പറഞ്ഞാണ്ട്. മറ്റേ ഇതിപ്പോൾ ആ കുട്ടിയാണോ അറിയണമെങ്കിൽ അയച്ചു കൊടുക്കാമല്ലോ, വേറെ ഓപ്ഷനും ഇല്ല. അപ്പോൾ അന്ന് അനുഭവിച്ചൊരു ഭയങ്കര ഒരു വേദനയാണ്. ആ കുട്ടികളുടെ ഫാമിലി നമുക്ക് അയച്ച മെസ്സേജ് അത് ഭയങ്കര സങ്കടപ്പെടുത്തും. 3 പീസായിട്ടാണ് കിടക്കുന്നത്, 3 കവറിൽ കിടക്കുന്നത് പുത്തുമല. അവിടെ ഞാൻ ഈ പുഴയിലിട്ട് നീന്തം പഠിപ്പിച്ചത് കയ്യുമിട്ടിട്ട്. നമ്മളെ കൺമുന്നിൽ ജനിച്ച് വളർന്ന കുട്ടികളല്ലേ? ഒക്കെ ശരിയാവും.
പഴയ രീതിക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും പോകാൻ കഴിയൂല. ഞങ്ങൾ ആ ലെവലിൽ ഇനി കിട്ടുകയില്ല. ഇനിയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും സൈബ. കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട് മാറാറിഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ലേ. നമ്മളാ ഇപ്പൊ തന്നെ അവിടെ നീക്കുമ്പോഴേ ഞാൻ അവിടെ നിന്ന് പൊലച്ചൊക്കെ നീച്ചാൽ ഞാൻ വണ്ടി എടുത്ത് പോരും. ഇപ്പൊ എനിക്ക് ഈ വണ്ടി കറക്റ്റ് അവിടെ ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പണിയും കൂടി ഏറ്റെടുത്ത് 900 ജീപ്പിൽ അതിൽ പോവും. അപ്പൊ എന്താണെന്നറിയോ, ഞാൻ ആ ഓട്ടോറിക്ഷ കൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് അവിടെ നിർത്തിയിട്ട് ജീപ്പ് എടുത്തിട്ട് ഒരാളുടെ ജീപ്പുമായിട്ട് ഞാൻ മേലെ കയറും. ആ ഓട്ടം കഴിഞ്ഞ് വന്നാൽ അങ്ങോട്ടൊന്ന് പോണ ഗ്യാപ്പിൽ ആൾക്കാരെ കയറ്റിട്ട് നിന്ന് ഓടാൻ കാട്ടിൽ കൂടെ പോയി വന്ന് പറഞ്ഞതാ. അവിടെ വിണ്ടിക്കണ അവിടെ പൊട്ടും ഇതിലത്തെ ഒരു മൊട്ടം പറഞ്ഞതാ. പക്ഷെ ആരും ഫോറസ്റ്ററോട് വരെ പറഞ്ഞിട്ട് ഓല് മൈൻഡ് ചെയ്തില്ല. ലൈവില് പറയിപ്പിച്ച് ടിവിയിലൊക്കെ പറയിപ്പിച്ചാണ്. അത് ഈ മൊട്ടനാടാ, അതാ മൂപ്പര് നേരം നേരെ കാട്ടിക്ക പോവുക. ആ പോണ പോക്കില് ഫുള്ള് കണ്ടതാ വിണ്ട് നിക്കണതൊക്കെ. അതില് വെള്ളം ഇറങ്ങിയാ പൊട്ടുന്നുള്ളത് എല്ലാവർക്കും പൊട്ടനക്ക് മനസ്സിലാവുമല്ലോ. അയാൾ വന്ന് ഫോറസ്റ്റേർത്തൊക്കെ പറഞ്ഞിരുന്നു അത് അങ്ങനെ വിണ്ടിക്കണ അവിടെ പൊട്ടും മഴ തലേത്. ആരും മൈൻഡാക്കിയില്ല. ഈ പാലം കണ്ടോ, ഇത് ആദ്യം തൽക്കാലം ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പാലേന്. നീ അതിൽ നനയാതെ എത്തണം അല്ലേ. ഈ കല്ലുകൾ നോക്കിയാൽ ഈ പാറക്കല്ലുകൾ. ആ ഫാമിലി ഇങ്ങനെ നടന്നു വരുന്ന സ്ഥലം കണ്ടോ, ആ നടന്നു വരുന്ന അടുത്ത് ഉള്ളിലേക്ക് അങ്ങനെ പോയാൽ അതിൻ്റെ ഉള്ളിലൊരു കോളനി ഉണ്ട്. അവിടേക്ക് അന്ന് ഫുഡ് എടുക്കാനൊക്കെ ഞങ്ങളൊന്ന് പോയിനി. ഇവിടുത്തെ സുഹേലിൻ്റെ ഒക്കെ കൂടെ അന്ന് നമ്മൾ ഫുഡ് എടുക്കാനൊക്കെ പോയി. അതാണ് സ്കൂള്. നമ്മളാ ചാനലിലൊക്കെ കണ്ടീനെ ആ സ്കൂളാണ് നമ്മളെ കാണുന്നത്. കണ്ടോ അതാണ് ബെയിലി പാലം. മറ്റേ പട്ടാളക്കാരുണ്ടാക്കിയ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ബെയിലി പാലം. ഓക്കെ, മറ്റേ പട്ടാളക്കാരുണ്ടാക്കിയില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഈ ഉരുൾപൊട്ടിയ ഈ മുണ്ടക്കായ് ചൂരൽമലയിലെ ഏറ്റവും ടോപ്പ് സ്ഥലമാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ ദുരന്തബാധിതരായിട്ടുള്ള 4 ആളുകൾ കൂടി തുടങ്ങിയൊരു കടയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നവരൊക്കെ കഴിയുന്നവരൊക്കെ കയറുക. എല്ലാവിധ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഇന്ന് ഏറ്റവും ടച്ച് ചെയ്തൊരു കാര്യം ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വരും. ഇതാണ് ഷോപ്പിൻ്റെ പേര്. അവിടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ബോർഡ് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ പേര്, പുഞ്ചിരിമട്ടം എന്നാണ് കേട്ടോ. അപ്പോൾ അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്കും നിനക്കും ഭക്ഷണം തരുന്നത് ദൈവമാണ്, പണം ഇല്ലാത്തതിൻ്റെ പേര് നീയോ നിൻ്റെ കുടുംബമോ പട്ടിണി കിടക്കാൻ പാടില്ല. അടുത്ത് നോക്കുക, ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ ക്യാഷറെ അറിയിച്ച് ഭക്ഷണം കഴിച്ച് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ ഷോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരിട്ട് അനുഭവിച്ച ആളുകൾ തന്നെയാണ് ഈ ഷോപ്പ് 4 ആൾ കൂടി തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും അവരെ സഹായിക്കണം, ഇതിൽ പാസ് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വയനാട് 900 ടൂറും കാര്യങ്ങളൊക്കെ വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരു ദിവസം എത്ര ആളുകളാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇതിൽ പാസ് ചെയ്യുമ്പോഴൊക്കെ ഉച്ചക്കും ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഭക്ഷണ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇവിടെ കയറുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഷബീക ഇവരെ എല്ലാവരും അല്ലേ 4 ആൾ ഫ്രണ്ട്ഷിപ്പിൽ 4 ആളുകളാണ്. എല്ലാം പോയ ആളുകളുടെ അവർ കൂടി ചെയ്യുന്നതാണ്. മറ്റുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻ ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പൈസ അല്ലെങ്കിൽ ഇവിടെ ക്യാഷ് അറിയിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഈ ഒരു വിശപ്പ് എന്താന്നുള്ളത് അറിഞ്ഞതാണ്. ആ ഉരുൾപൊട്ടിയ സമയം മുതലേ ഒരുപാട് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. കാരണം ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളായതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ലാണ്ട് ഇവർ നടന്നിട്ടുണ്ട്. ആളുകളോട് ചോദിക്കാനും കഴിയില്ല. കാരണം ഇവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളാണ്. നന്നായിട്ട് സന്തോഷത്തോടു കൂടി നിന്ന ആളുകളാണ്. ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ട്
കയ്യിലൊന്നും ഇല്ലാണ്ടായിരുന്നു, ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല, ഭക്ഷണം ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരുടെ ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അവർക്ക് വിശപ്പിൻ്റെ അറിയുന്നത് കൊണ്ട് ആ വിശപ്പിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ടാണ് ഇവരിങ്ങനെ ഒരു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും പൈസ ഇല്ലെങ്കിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ നിങ്ങൾ ടൂർ വരുന്ന ആളുകൾ ആരുണ്ടെങ്കിലും വന്നിട്ട് ഇവിടെ വരെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, സഹകരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം, ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിയിട്ട് ഇവരെ സഹായിക്കുക. ഇതാണ് ഇതിന്റെ സദാവേട്ടനാണ് ഇതിന്റെ ആളുകൾ. പിന്നെ നൗഫലുണ്ട്, പിന്നെ ഉസ്മാൻ ബാപ്പു എന്ന് പറയും. അങ്ങനെ ഇവര് നാലാള്. നൗഫൽ ഖാന്റെ വീട് അവിടെ തന്നെ അല്ലേ? ഇവിടെ പുഞ്ചിരിമട്ടായിരുന്നു. പുഞ്ചിരാട്ടോ. ഞങ്ങൾ ഇന്ന് പോയിട്ടോ, അവിടെ കയറി വരികയാണ്. 2 മാസമായിട്ടുള്ള വീട്ടിൽ പോയിട്ട്. ഞാൻ ദുബായിലായിരുന്നു. എൻ്റെ സമ്പാദ്യം മൊത്തം 10 വർഷമായി ഞാൻ ഗൾഫ് പ്രവാസിയായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. സമ്പാദ്യം മൊത്തം സ്ഥലം, വീട്, പിന്നെ കുട്ടികളെ പഠിത്തം, അങ്ങനത്തെ ഒക്കെ നോക്കി. ഇപ്പോൾ ഒന്നുമില്ല. ഒരു ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ ഈ കട മുന്നോട്ട് ഇങ്ങനെ ഉണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞിക്കണേ, നമ്മളെ സൈഡിൽ നിന്ന് നമ്മളെ കാണുന്ന കേൾക്കുന്ന ആളുകളൊക്കെ ഇതിൽ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ കയറാനും എല്ലാവരും വരാതെ അതിനെ പറയാല്ലേ അല്ലേ? കേട്ടോ, നമസ്കാരം. എൻ്റെ ഒരു സഹോദരൻ, നമ്മളെ കുടുംബത്തിലുള്ള ആൾ ഇതാ. എൻ്റെ അമ്മ, ചേച്ചി, ഏട്ടൻ, കുട്ടികൾ, ചെറിയമ്മ, അങ്ങനെ ഈ പറഞ്ഞ ആളുകളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. നമുക്ക് നിങ്ങളെമാതിരിയുള്ള ആളുകളുടെ ഒരു എന്താ പറയുക, സഹായമല്ല, നമ്മൾക്ക് വന്ന് ഒരു ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് MSS പറഞ്ഞ ഒരു സംഘടനകൾ നമുക്ക് തന്നിട്ട് പിന്നെ സഹദേവൻ, നോഫല്, ഉസ്മാൻ ബാപ്പു, പിന്നെ യാക്കൂബ്, അവന് ഒരു 4 മാസമായി. ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ സഹകരണം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ വീട് മുണ്ടക്കൈയിലായിരുന്നു. മുണ്ടക്കൈ പിന്നെ ടൗണിൽ തന്നെ, പള്ളിൻ്റെ അടുത്ത്. അതിന്ന് ഒലിച്ചു പോയ ആളുകളാ. നിങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. 6 പേരും നഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങൾ ജീവിക്കണ്ടേ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇപ്പോൾ വീടിന്റെ ഒരു പ്രഖ്യാപനം ഇവിടെ ആയിട്ടില്ല. പിന്നെ നമ്മൾ വാർത്ത കൂടെ കാണുന്നുണ്ട് കേട്ടോ. പ്രഖ്യാപിച്ചാൽ ആകെ 300 വീട്, ബാക്കിയുള്ളവരൊക്കെ പുറത്ത്. ഞങ്ങൾ കുടികളായിട്ട് സമരം നടന്നിട്ടുണ്ടായി, കണ്ടിട്ടുണ്ടാവും. എന്റെയൊക്കെ ആ വീഡിയോകൾ കണ്ടില്ലേ? നമ്മളോട് അവിടെ പോയി താമസിക്കാനും ഈ പോലീസ് സേവന്മാര് നമ്മളെ തടയും. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് നമുക്ക് നീതി കിട്ടുക? വേലിപ്പാലം കടക്കണ്ട, വേലിപ്പാലത്തിന്റെ അപ്പുറം കടക്കണ്ടെന്നും പറയാം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സർക്കാർ പറയുന്നത് പറഞ്ഞാല് ഊരാളുങ്കലിന് 30 ലക്ഷം വീട്, അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സഹായിച്ചിട്ടാണ് ഇവരിതൊക്കെ. അതായത് സർക്കാർ ഇത് ഓടിക്കില്ലാത്തൊരു പൈസയാണ്, ജനങ്ങൾ സർക്കാരിലേക്ക് കൊടുത്ത പൈസയാണ്. ഈ പൈസ ഒരു 50 ലക്ഷം വെച്ചിട്ട് ഞങ്ങൾക്ക് തരികയെന്ന് വെച്ചാൽ വലിയ ഉപകാരം. അത് തരുന്നില്ല. ഊരാലിങ്കലിന് 30 ലക്ഷവും ഞങ്ങൾക്ക് വീട് വേണ്ട, ഞങ്ങൾ വേറെ പുറത്ത് പോയി വീട് വെക്കാന്ന് പറയുമ്പോൾ അത് 15 ലക്ഷം. ഇത് എന്ത് നായ സർക്കാരിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഇത് എന്ത് നായാണ് സർക്കാർ പറയുന്നത്? 30 ലക്ഷം പിന്നെ ഊരാലിങ്കലിനും 15 ലക്ഷം ജനങ്ങൾക്കും. എന്താണ് ഇതിന്റെ ഒരു, ഞങ്ങളൊക്കെ ചോറാണ് തിന്നുന്നത്, അത് ഇവര് മനസ്സിലാക്കില്ല. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ സംഭവം നമ്മൾ വാർത്തയെ കൂടി ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഈ ഫണ്ട് കൊടുത്ത ആളുകൾ 700 കോടി എത്ര വന്നിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. 700 കോടി വന്നിട്ടുണ്ട്. 700 കോടി സർക്കാരിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പാലം, ചൂരമല പാലം 35 കോടി ആണ് പണിയെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അവിടെ നോൺ സോൺ കോൺസോൺ പറഞ്ഞ സ്ഥലങ്ങളിൽ ബാക്കിയുള്ള ആളുകൾ പോയി നിൽക്കണം. എവിടെ? മുണ്ടക്കായി പറഞ്ഞ 11ാം വാർഡ് മുണ്ടക്കായി ഉണ്ട്. അവിടെ പോയി വന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ജോൺ മത്തായിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇപ്പൊ വന്നത് 500 ടണ്ണാണ് വന്നിട്ടുള്ളത്. ചളിയായിട്ട് 500 ടണ്ണാണ് വന്നിട്ടുള്ളത്. 2500 ടൺ അവിടെ നിന്ന് വരാൻ കടക്കുന്നുണ്ട് പറഞ്ഞു. ആ പ്രദേശത്ത് പോയിട്ട് ഞങ്ങളോട് നിൽക്കാൻ, ഞങ്ങളെ തലമുറകൾ മണ്ണിനടിയിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നിങ്ങളെമാരിയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജാതിയില്ല, മതമില്ല, പാർട്ടി അറിയാലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൈ എന്താ പറയാ, ഇതെല്ലാം പുറലോകം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സാധാരണക്കാർക്ക് 11ാം വാർഡ്, സ്കൂൾ റോഡ് ഇന്നുള്ള ആളുകൾക്ക് എല്ലാവർക്കും വീട്, അവിടെ കറണ്ട് വേണം, വെള്ളം വേണം, പിന്നെ എല്ലാം വന്നോട്ടെ. ഈ പറയുന്ന എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ട് വേണം കറണ്ടും റിസോർട്ടുകളും കാര്യങ്ങളും പ്രവർത്തിക്കാൻ. ഞാൻ അന്നും ഇന്നും പറയും, റിസോർട്ടുകാരെ എതിർക്കല്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചതിന് ശേഷം മതി ബാക്കിയെല്ലാം. ആണോ? എനിക്കൊക്കെ 53 വയസ്സായി. ഞാനൊക്കെ ഇനി ഒരു 5-10 കൊല്ലം ജീവിച്ചു. നമ്മുടെ തലമുറ ഉണ്ടല്ലോ. എൻ്റെ കുട്ടികൾ അവരെ കൊലയ്ക്ക് കുരുതി കൊടുക്കാനാണോ ഈ പ്രഖ്യാപനം എന്ന് എനിക്കൊരു സംശയമുണ്ട്.
അതിന് നിങ്ങളെല്ലാവരും അല്ല നമ്മള് മാക്സിമം നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ തന്നെയാണ്. ഞാൻ നിങ്ങൾ കൂടെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എന്നും ഇന്ന് വരെയും ഞങ്ങളെ കൂടെ ഉണ്ട്. നമ്മളെ മുണ്ടക്കായി സേഫ് നിങ്ങൾ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം എന്താ പറയാ, സഹായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഈ വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരിക്കില്ലേ, വലിയൊരു അല്ല മനസ്സിലായി. ഞാൻ എന്താ വെച്ചാൽ അന്ന് മുതൽ ഷബീബ്ക്ക് ത്രൂ ആണ് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കലും. നമ്മൾ ഷബീബ്ക്കാരോട് ചോദിച്ചാൽ ഇടക്കിടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കലുണ്ട് കാര്യങ്ങൾ. നമ്മൾ നിൽക്കണ എവിടെയാണെങ്കിലും നമ്മൾ ഒരു പാതി മനസ്സുകൂടെ ഉണ്ട്. കാരണം ഇത് സംഭവിച്ച് 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ മേലൊക്കെ കയറിയതാണ്. അവിടെ മേലെ വരെ കയറിയിരിക്കണേ. അല്ല സേഫാക്കി ഷബീബ് ഫുള്ള് പറഞ്ഞതന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കഴിഞ്ഞിരുന്നതും എല്ലാവരും ആ സ്നേഹബന്ധം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്. നല്ല കണ്ടു ഫുള്ള് കാണിച്ചു തന്നെ. ജ്യേഷ്ഠന്റെ വീടും ഒക്കെ കാണിച്ചു തന്നെ. സേഫ് ഖാന്റെ ജ്യേഷ്ഠന്റെ വീട് എല്ലാം കാണിച്ചു തന്നെ. എന്നോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. വാടക കിട്ടുന്നുണ്ട്. അപ്പം വാടക ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഈ മാസം വരെ കിട്ടിയിട്ടുണ്ട്. അല്ല ഇപ്പൊ അപ്പൊ ഈ 6000 കൊണ്ട് കാര്യമില്ല. നടക്കുവോ? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനിയും ആ മണ്ണിൽ കൊണ്ടിട്ട് ജനങ്ങളെ താമസിപ്പിക്കുക പറയണത് അങ്ങേയറ്റം ബാലിശ്യമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ തലമുറ പോകും. ശരിക്കും നമ്മളൊക്കെ അഭിപ്രായം അതാണ്. ഈ ഓരോ കുടുംബത്തിനും ഒരു 50 ലക്ഷം വെച്ച് കൊടുക്കുക. എന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് പോയി ഇഷ്ടമുള്ള സ്ഥലത്ത് അല്ലേ സ്ഥലം വാങ്ങി. അതെ, ഒരു വരുമാന മാർഗോ 50 ലക്ഷം കിട്ടിയ എന്താ ചെറിയൊരു വീട്. അതല്ല, നമ്മളെ ഫോട്ടോ വെച്ചിട്ട് പിരിച്ചെടുത്ത പണമാണ് ഈ പൈസ. അതെ ആ അവകാശം ചോദിക്കുന്നത്. അതെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് സർക്കാരിന്റെ പൈസ ആരും ചോദിക്കുന്നില്ല. അത് ശരിയാ. ഇതിന്റെ പേരിൽ നികുതി പൈസയും ചോദിക്കുന്നില്ല. കിട്ടിയ പൈസ ഞങ്ങൾക്ക് ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഗവൺമെന്റ് അല്ല ശരിക്ക് 500 കുടുംബമാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം വെച്ചോടുത്ത് 250 കോടി കൊണ്ട് പരിപാടി കഴിഞ്ഞു. 700 കോടി ഇവർക്ക് ടൗൺഷിപ്പ് എന്തും ചെയ്യാം. ചൂരുമല അമ്പലോ പള്ളിയോ ഒന്നും പണിയാം. 27 കോടിയോ 35 കോടിക്കാണ് അവിടെ വികസനം വരുന്നത്. ചൂരുമല വന്നോട്ടെ, ജനങ്ങൾ തന്നിട്ട് അവരെ സേഫ് ആക്കണം. സേഫാക്കിയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ തുറന്നു പറയും. അതെ, മനസ്സിലായി. നമുക്ക് പറയണം. വേറെ ഒരു ദുരിതാശ്വാസ പറയാനുണ്ട്. ഞങ്ങളെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഒരു കൊടക്കീഴിന്റെ ഉള്ളിലാക്കിയിട്ട് ഇവര് റിസോർട്ടോ കറണ്ടോ എന്തോ വന്നോട്ടെ. അല്ല ഇതിലിപ്പോ ഇത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ട എല്ലാവർക്കും അതൊക്കെ തിരിച്ചു കിട്ടാൻ സംവിധാനം ചെയ്തിട്ട് എന്താ ചെയ്യട്ടെ, സത്യം അത്രേ ഉള്ളൂ. അല്ല നമുക്ക് പേഴ്സണലി ഇത് കാണുന്ന നമ്മളെ പോലെ ആളുകളുടെ അഭിപ്രായമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അത് കാണുന്ന എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇവർക്കുള്ളൊരു സഹകരണമാണ്. ഇതിൽ പാസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ കയറുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരിട്ട് ഇവരുടെ അടുത്ത് തന്നെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. നമ്മൾ ടി വിയിലും ചാനലിലും ഒക്കെ ഇതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് കാണുന്നതും കേൾക്കണമൊക്കെ. അപ്പോൾ സത്യാവസ്ഥ കാണണമെങ്കിൽ ഞാൻ അത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒന്നിതിൽ വരിക, എന്നിട്ട് ഇവിടെ എല്ലാ ആളുകളോട് നേരിട്ട് ചോദിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താ നടക്കണത്, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, എത്ര ആൾക്കാർ സേഫായി, എത്ര ആൾക്കാർ ഞാൻ പുറത്ത് നിൽക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ സഹകരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ തുടങ്ങിയ ഈ ചെറിയ പിന്നെ സംരംഭങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മാക്സിമം നമ്മളെ ഭാഗത്ത് നിന്ന് 100 ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക ചെയ്തു കൊടുക്കുക. അപ്പോൾ എല്ലാവരും അല്ലേ ഇതിൽ പോകുന്നവരൊക്കെ സഹകരിക്കാം. ബാക്കിയൊക്കെ നമ്മളെല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ എല്ലാ സഹകരണമൊക്കെ നമ്മളും കൂടി ഇന്ന് പോയാൽ മതി എന്നുള്ളത് ആലോചിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് എല്ലാവർക്കും പറയാം. ഇത് പൊറുക്ക പ്രകൃതി ദുരന്തമല്ലാതൊക്കെ നമ്മൾ സഹിക്കാൻ പറ്റില്ല. നോഫൽ എന്ന് പറയേണ്ട പിന്നെ നോഫലിന്റെ നേരെ അനിയൻ 3 പിഞ്ചു കുട്ടികള്, ആ നോഫൽ അഫ്സല്, നമുക്ക് പറയുമ്പോൾ മനസ്സിന് ഒരു വേദന വരിക. പറഞ്ഞ മനസ്സിലുണ്ട്. അങ്ങനെ കളിച്ചു വിടുന്ന നാടാണ്. ആ നാട്ടിൽ നിന്ന് എല്ലാവരും പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വന്നതിനും നിങ്ങൾ ഈ യൂട്യൂബ് എടുക്കാനും സഹകരിച്ചതിനോട് ഞങ്ങൾക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. നമ്മളെ കാണുന്ന കുറച്ച് ആളുകളുണ്ട്. ആ കുറച്ച് ആളുകളെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ. അപ്പോൾ
എന്തായാലും ഞാൻ ഷെബീർ ഖാനായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിയണ പോലെയൊക്കെ നമ്മളെ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞു ചെയ്തു. ഒന്നും വേണ്ട, അല്ല വയറ് ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പാസ് ചെയ്യണവരൊക്കെ ഇതിൽ വരണം.